അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആശയരഹിതമാകുന്ന കേരളത്തിലെ ഇടതുപക്ഷം എന്നതാണ് പ്രതിപാദ്യ വിഷയം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനെ കുറിച്ച് ഒരു സംഭാഷണത്തിനിടയിൽ പ്രശസ്ത ചരിത്രകാരൻ MGS നാരായണൻ ഒരു രസകരമായ കാര്യം പറയുന്നുണ്ട്. നമുക്കൊക്കെ സാമാന്യ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം അവർക്കത് മനസ്സിലാകണമെങ്കിൽ ഏകദേശം 25 കൊല്ലമെങ്കിലും എടുക്കും. ആ 25 കൊല്ലവും അവർ നമ്മുടെ സാമാന്യ ബോധത്തെ സിദ്ധാന്തം പറഞ്ഞുകൊണ്ട് ആക്രമിക്കും. അവസാനം 25-ാം കൊല്ലം അവർക്ക് പിടികിട്ടും അന്നെടുത്ത നിലപാട് തെറ്റായിരുന്നുവെന്ന്. ഒരു ഗുണമുണ്ട്, സൈദ്ധാന്തികമായി തന്നെ അവരത് സമ്മതിക്കും, തിരുത്തും. മറ്റൊരു ഗുണമുള്ളത്, 25 കൊല്ലം പിന്നിലായി പോയ അവർ ഒരു വിധത്തിൽ നമ്മുടെ ബോധ്യത്തിനൊപ്പം ഓടിയെത്തും. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി തിരുത്താൻ ശ്രമിച്ചില്ലെങ്കിൽ ഒരുപാട് വെള്ളം പുഴയിലൂടെ ഒലിച്ച് കടലിൽ വന്നിരിക്കും. CPM-ൻ്റെ സമകാലിക രാഷ്ട്രീയ ധാര പരിശോധിക്കുമ്പോൾ സമയത്ത് ആശയാദർശത്തിലെ ബലക്കുറവ് നമുക്ക് കാണാൻ സാധിക്കും. അധികാരഭ്രമത്തിൽ അസ്തിത്വം അടിയറവ് വെക്കുന്നത് കൊണ്ട് തന്നെ ചില നയങ്ങളിൽ അവർക്ക് വലതുപക്ഷത്തിൻ്റെ ഒരു സാമീപ്യം നമുക്ക് ബോധ്യമാകുന്നുണ്ട്. ഇന്ത്യയിൽ കമ്മ്യൂണിസം കെട്ടിപ്പടുക്കുന്നതിൻ്റെ പ്രധാന പ്രശ്നങ്ങൾ എന്ന കൃതിയിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് BR അംബേദ്കർ പറഞ്ഞു വെക്കുന്നുണ്ട്, അടിസ്ഥാനപരമായി കമ്മ്യൂണിസം നിലനിൽക്കുന്നത് തന്നെ സോഷ്യലിസം നടപ്പിലാക്കാനാണ്. ലളിതമായ അർത്ഥത്തിൽ നമുക്കതിനെ സമത്വം എന്ന് പരിഭാഷപ്പെടുത്താൻ സാധിക്കും. സമത്വ സങ്കല്പ പൂർത്തീകരണത്തിന് അതിശക്തമായ പ്രവർത്തനങ്ങൾ കേരള പിറവിക്ക് മുമ്പ് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നടന്നിരുന്നു. തൊഴിലാളി പ്രശ്നവും ജന്മിത്ത ചൂഷണവും കമ്മ്യൂണിസ്റ്റുകൾക്ക് കൃത്യതയുള്ള രണ്ട് സാമൂഹിക സാഹചര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ തൊഴിലാളികൾക്ക് വേണ്ടി ജന്മിത്തത്തിനെതിരെ അവർ ശക്തിയായി പോരാടി. അത് പിന്നീട് അവരെ വൻ ശക്തിയാക്കി മാറ്റുകയായിരുന്നു. മലയാള നാട്ടിൽ 30കളിലും 40കളിലും കടന്നുപോയ ക്രൂരകാലത്തിൻ്റെ ബാക്കിപത്രമാണ് നിലവിലിവിടെ ഇടതുപക്ഷത്തിൻ്റെ മുഖം. ഫ്യൂഡലിസത്തിനെതിരെ പ്രവർത്തിച്ച പാർട്ടി ഇന്ന് സ്വയം ഒരു ഫ്യൂഡലായി ഒതുങ്ങുന്നതാണ് നാം കാണുന്നത്. അധികാരം ആരിലും ധാർഷ്ട്യം സൃഷ്ടിക്കുമെന്നത് യാഥാർത്ഥ്യമാണ്. ഒന്നാം ഇടതു സർക്കാരിനെ കൊറോണയും നിപ്പയും വെള്ളപ്പൊക്കവും സംരക്ഷിച്ചെങ്കിൽ രണ്ടാം ടൈമിൽ അത് പൂർണ്ണ പരാജയമാണെന്ന് പറയാം. പ്രത്യയശാസ്ത്ര സംരക്ഷണത്തിന് പുറത്ത് അധികാരം പരമലക്ഷ്യമായി കാണുന്ന പാർട്ടിയായി ഇന്ന് കമ്മ്യൂണിസം ഒതുങ്ങിയിരിക്കുകയാണ്. പ്രത്യയശാസ്ത്ര സംരക്ഷണത്തിന് വേണ്ടി പ്രധാനമന്ത്രി പദം വരെ തിരസ്കരിച്ച പാർട്ടിയാണ് കമ്മ്യൂണിസം എന്ന് നാം ഓർക്കണം. ഇതിൻ്റെ എല്ലാം ഒരു ബാക്കിപത്രമാണ് പാർലമെൻ്ററി തെരഞ്ഞെടുപ്പിലെ പരാജയവും. അതിൻ്റെ കൃത്യമായ കാരണങ്ങളെ അന്വേഷിക്കുന്നതിന് പകരം ന്യൂനപക്ഷ പ്രീണനമാണെന്ന ഹിന്ദുത്വ പ്രചാരണത്തിൽ വീഴുകയായിരുന്നു ഇടതുപക്ഷം. സംഘപരിവാറിന് കള്ളമൊരുക്കുന്ന പ്രവർത്തനങ്ങളാണ് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ADGP അജിത് കുമാറിനെതിരെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആരോപണം വന്നപ്പോൾ അതിനെ പരിശോധിക്കുന്നതിന് പകരം കൂടെ നിർത്താനായിരുന്നു മുഖ്യമന്ത്രി ശ്രമിച്ചത്. അതുപോലെ മലപ്പുറത്ത് വർഗീയമായി ചിത്രീകരിക്കാനുള്ള ശ്രമവും ഇതിൻ്റെ തുടർച്ചയാണ്. പാർലമെൻ്ററി തെരഞ്ഞെടുപ്പിൽ പുന്നമ്പ്ര വയലാറിൽ നിന്ന് വരെ വോട്ടുകൾ BJP-യിലേക്ക് ചോർന്നു. ജനാധിപത്യപരമായ ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകുന്നതിന് പകരം കൈയും വെട്ടും കാലും വെട്ടും എന്ന ഭീകര മുദ്രാവാക്യങ്ങളാണ് മറുപടിയാകുന്നത്. നട്ടാൽ മുളക്കാത്ത ന്യായങ്ങൾ നിരത്തി ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ശ്രമം ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ മാത്രമേ സമ്മാനിക്കൂ എന്ന് നാം ഓർക്കണം. ചൈനീസ് വിപ്ലവാനന്തര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ ലൂഷാക്കി വഹിക്കുന്ന അവരുടെ വിപ്ലവാനന്തര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ യുവാക്കളോട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. നമ്മെ പറ്റി വിമർശനം എന്ന പേരിൽ ആരെങ്കിലും വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ ആരോപിക്കുന്നുണ്ടിരിക്കട്ടെ, അവരോട് നമ്മൾ ക്ഷമിക്കുക. പക്ഷേ അവർ ആ വിമർശിക്കുന്ന വിമർശനത്തിൽ പോലും വല്ല കയമ്പുമുണ്ടോ എന്ന് നമ്മൾ സ്വയം പരിശോധിക്കുകയും ചെയ്യുക. കാരണം ഒന്നേയുള്ളൂ, അതിന് ആദ്യമായും അവസാനമായും നമ്മൾ കമ്മ്യൂണിസ്റ്റുകളാകണം. ഈ ഒരു വിമർശനാത്മകമായ പരിശോധനയിൽ നിന്ന് പാർട്ടി ഒളിച്ചോടുന്നത് വലിയ അപകടങ്ങളാണ് സൃഷ്ടിക്കുന്നത്. വീഴ്ചകളെ മനസ്സിലാക്കി പരിഹരിക്കുന്നതിന് പകരം
അധികാര ഭ്രമയിൽ അതിരമിക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാവി അപകടത്തിലാകുമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.